നമ്മുടെ നാട്ടിലെ ഈ അടിമപുരുഷന്മാർ പേറ്റുവേദനയോടുകൂടി നാടൊട്ടുക്ക് പാഞ്ഞു നടന്ന് ഒരു ഹർത്താലിനു കൂടി ജന്മം നൽകി. അതിന് നേരെ നാവു തിരിക്കാതെ ഈ പോങ്ങൻ ഒരു പെണ്ണു പെറ്റതിനെ പറ്റി നാവാടിക്കളഞ്ഞു. പല പതിവ് പ്രേക്ഷകർക്കും അത് വലിയ മനപ്രയാസമുണ്ടാക്കി. പോങ്ങ പ്രേക്ഷകർക്ക് മനപ്രയാസമുണ്ടായ ഈ മുത്തുപോങ്ങൻ സഹിക്കുമെന്നാണോ? നല്ല ശേലായി. മനപ്രയാസം മാറ്റാൻ ആദ്യം പോകൻ ഒരു ഇൻട്രോ പറയട്ടെ, ഒരു ചെറിയ ഇൻട്രോ. അപ്പോൾ ജാതിമത വർഗ വർണ്ണപ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹർത്താൽ വർത്തമാനത്തിലേക്ക് പോകും മുന്നേ എന്തുകൊണ്ട് പോങ്ങൻ പേറ്റുവിശേഷം പറഞ്ഞു എന്നതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. പൊതുവെ പേറ് കാണുന്ന പതിവ് പോങ്ങനില്ല. പ്രായം കൗമാരത്തിൽ കഴച്ചുകിടന്ന കാലത്ത് ഈ പെറിപ്പിക്കൽ കർമ്മത്തിൽ ഇടതടവില്ലാതെ ഏർപ്പെടണം എന്ന് പറയുന്ന ആഗ്രഹം പോങ്ങന് കലശലായി ഉണ്ടായിരുന്നു എന്നത് വളരെ സത്യമാണ്. പക്ഷേ അവസര ലഭ്യതയുടെ അഭാവം കൊണ്ട് സംഗതി ഒന്നും തരപ്പെട്ടില്ല. യൗവനകാലത്ത് ഈ വൈദേശിക രതിചിത്ര കലാകാരന്മാരും കലാകാരികളും വളരെ സംയുക്തമായി നടത്തുന്ന പ്രസവകാര്യ പ്രവർത്തനങ്ങൾ VCR അതുപോലെ തന്നെ CD പ്ലെയർ എന്നിവയുടെയൊക്കെ സഹായം കൊണ്ട് കാണാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതും സത്യമാണ്. അതല്ലാതെ നാളിതുവരെ പ്രസവം കാണുകയോ ആരുടെയെങ്കിലും പ്രസവത്തെപ്പറ്റി ആരോടെങ്കിലും ഒക്കെ പോങ്ങൻ എന്തെങ്കിലും ഒന്ന് പറയുകയോ ചെയ്തിട്ടില്ല നാളിതുവരെ. പ്രായം മധ്യവയസ്സിലെ എത്തിയിട്ടുള്ളൂ എങ്കിൽ പോലും പോങ്ങന്റെ ഈ നരവാർദ്ധക്യം കടന്നുപോയതിനാൽ തൽപര കക്ഷികളായിട്ടുള്ള മങ്കക്കുട്ടികളൊക്കെ ഈ പോങ്ങനെ പിതൃപിതാവിന്റെ സ്ഥാനത്ത് കണ്ട് ഗണിക്കാൻ അങ്ങ് തുടങ്ങി. സങ്കടകരമാണ് സ്ഥിതി. സ്വാഭാവികമായും പ്രസവാവശ്യത്തിലേക്കുള്ള സേവന പ്രവർത്തനങ്ങൾ തേടി തരുണികൾ ആരും പോങ്ങനെ ഇപ്പോൾ സമീപിക്കാറേയില്ല. അതുകൊണ്ട് തന്നെ വിഷയത്തിലുള്ള വാസന ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അവസരങ്ങളുടെ അഭാവം കൊണ്ട് വേഴ്ചാവൃത്തികൾക്കായിട്ടുള്ള ഊർജം കൂടി പോങ്ങൻ വകമാറ്റി സാമൂഹ്യ കാര്യങ്ങളെ നിരീക്ഷിക്കുന്നതിനായി ചിലവഴിക്കുക മാത്രമാണ് ചെയ്തു വരുന്നത്. സാഹചര്യം കൊണ്ട് എന്ന് വെച്ചാൽ പ്രസവ സംബന്ധിയായിട്ടുള്ള വിഷയത്തിൽ എന്തേലും നിരീക്ഷണം ആവശ്യമായി വന്നാൽ പോങ്ങന് പ്രസവ നിരീക്ഷകൻ കൂടിയായേ മതിയാവൂ എന്നാണ് പോങ്ങൻ പറഞ്ഞു വരുന്നത്. എങ്കിൽ പോലും OCയുടെ ഈ ഈസി ആയിട്ടുള്ള പേരിനെ പറ്റി പോങ്ങൻ പറഞ്ഞത് വെറും പ്രസവ നിരീക്ഷകൻ എന്ന നിലയിലായിരുന്നില്ല. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ഭേദം കൂടാതെ പ്രബുദ്ധ കേരളത്തിന്റെ ശ്രദ്ധ ഒരു പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് OCയുടെ പേര് പരോക്ഷമായി ക്ഷണിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു വിചാരമായിരുന്നു പോങ്ങനുള്ളത്. ആ വിചാരം തന്നെയാണ് പറഞ്ഞും വെച്ചത്. പക്ഷേ എഡിറ്റിൽ വന്ന പിശക് കൊണ്ട് ഏതാണ്ട് ഒരു 2.5-3 മിനിറ്റ് നേരം നീണ്ട പോങ്ങന്റെ സംസാരം ആ വീഡിയോയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ അതെനിക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായും അപൂർണമായി അത് അവസാനിക്കുകയും ചെയ്തു ആ വീഡിയോ. സത്യത്തിൽ ധാരാളം സംഖ്യകളുടെ ആരാധനാമൂർത്തിയായിട്ടുള്ള നമ്പ്യാർ സാറും അതുപോലെ തീവ്ര പുരോഗമന ബുദ്ധയായിട്ടുള്ള അരക്കൽ സ്ത്രീയക്ഷിയും ഈ OC പേരിൽ ഒരേ നിലപാട് സ്വീകരണവും അഭിപ്രായ സമന്വയവും നടത്തി കണ്ടു പോങ്ങൻ ബുദ്ധിയുള്ളവരിൽ കൗതുകം ജനിപ്പിക്കുന്ന സംഗതിയാണത്, അല്ലേ? ആണ്. കാരണം സാംസ്കാരികമായും രാഷ്ട്രീയമായും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആളുകളാണല്ലോ അവർ. ആശയപരമായി ഇരുട്ടും പ്രകാശവും പോലെ കാണപ്പെടേണ്ടവർ മണ്ണെണ്ണയും തീയും പോലെ സംയുക്തമായി OC പേരിൽ ആളിയതിൽ ആപത്തുണ്ടെന്നുള്ള ഒരു വിചാരം പോങ്ങനുണ്ട്. നമ്പ്യാർ സാറും സ്ത്രീയക്ഷിമാടവുമൊക്കെ അത്യാവശ്യം ഭക്തജന സമ്പത്ത് സ്വന്തമായിട്ടുള്ള ആളുകളാണല്ലോ, അല്ലേ? ഈ നമ്പ്യാർ സാർ സ്വാധീനം ചെലുത്തുന്നത് സംഖ്യകളിലും ദേശസ്നേഹികളിലുമാണ് എങ്കിൽ സ്ത്രീയക്ഷിയാൽ സ്വാധീനിക്കപ്പെടുന്നത് ദേശവിരുദ്ധരും സാമൂഹ്യദ്രോഹികളും മാത്രമാണ്. മഹാഭാഗ്യം. അതുകൊണ്ട് തന്നെ സ്ത്രീയക്ഷിയുടെ അധപ്പതനത്തിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാൽ നമ്പ്യാർ സാർ വെറും ഊമ്പ്യാർ സാർ ആയാൽ അത് അല്പം ആശങ്കയോടുകൂടി കാണേണ്ട കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം സ്വാധീനിക്കുന്നത് ദേശസ്നേഹികളെയാണ്, സാധാരണക്കാരായിട്ടുള്ള സന്മനസ്സുള്ള കുറച്ച് സാധുക്കളെയാണ്, സംഖ്യകളെയാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ OCയുടെ പ്രസവ വീഡിയോ ഈ സമൂഹത്തെ ഒരു നിലയിലും ദോഷമായി ബാധിക്കുന്ന ഒന്നല്ല. മാത്രവുമല്ല, മറ്റൊരാൾ നിയമവിരുദ്ധമല്ലാത്ത നിലയിൽ സ്വന്തം ആവിഷ്കാര അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ വിനിയോഗിക്കുന്നതിനെ അംഗീകരിക്കാനുള്ള സന്മനസ് നമുക്ക് ഓരോരുത്തർക്കും തീർച്ചയായിട്ടും ഉണ്ടാവണം. അതാണ് പരിഷ്കൃത സമൂഹത്തിന്റെ പ്രധാന ലക്ഷണം.
അതുതന്നെയാണ് ഒരു മനുഷ്യന്റെ പുരോഗമന ബുദ്ധിയുടെ അടിസ്ഥാനവും. അങ്ങനെയാണ് പോങ്ങന്റെ ഒരു വിചാരം. ഈ OCയുടെ പ്രസവ വ്ളോഗ് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുകളെയോ അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ നിയമസംഹിതകളെയോ ഒന്നും ഒട്ടും തന്നെ ലംഘിക്കുന്നതായിരുന്നില്ല. അതിൽ അശ്ലീലമോ രക്തച്ചൊരിച്ചിലോ ഉണ്ടായിരുന്നില്ല. അതിൽ അറപ്പോ വെറുപ്പോ ഉണർത്തുന്ന യാതൊരു ഉള്ളടക്കവും ഉൾപ്പെട്ടിരുന്നില്ല. എന്നു മാത്രവുമല്ല, ഈ വിഷയത്തിൽ OC ആരെയും കബളിപ്പിച്ചിട്ടുമില്ല. ആ പെൺകുട്ടി വ്യാജഗർഭവുമായിരുന്നില്ല പേറിയിരുന്നത്. വ്യാജഗർഭം, വ്യാജമെന്ന് പറഞ്ഞപ്പോഴാണ് മറ്റൊരു ഓർമ്മ വന്നത് കേട്ടോ. അല്ലെങ്കിൽ അത് വഴിയെ പറയാം. എന്തായാലും നാട്ടുകാർ കാണാൻ പാടില്ലാത്ത ഒന്നും അവൾ സമൂഹവുമായി പങ്കിട്ടില്ല എന്നാണ് പോകൻ പറഞ്ഞത്. പ്രസവം വരെ വ്ളോഗിലായി, ഇനി ആദ്യ രാത്രി കൂടി കാണേണ്ടി വരുമോ എന്ന് പരിഹസിക്കുന്ന ആളുകളെയും പോകൻ ഇവിടെ ധാരാളമായിട്ട് കണ്ടു. ഞാൻ ആലോചിച്ചതേ, വിവാഹം വീഡിയോയിൽ പകർത്തുന്നത് കാലങ്ങളായിട്ടുള്ള നാട്ടുനടപ്പാണ് നമ്മുടെ ഇവിടെ, അല്ലേ? എന്ന് കരുതി ആദ്യ രാത്രിയും വീഡിയോ രൂപത്തിൽ പുറത്തിറക്കുമോ എന്ന് ആരോടും ഇതുവരെ ആശങ്കപ്പെട്ടതായി അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചോദിച്ചതായി അറിയില്ല. പ്രസവ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിൽ നിന്നും കുട്ടിയുടെ വരവ്, തത്സമയം യാത്ര ഉൾപ്പെടെ അങ്ങനെ അങ്ങോട്ടേക്ക് കാണിക്കലാണെന്ന് മനസ്സിലാക്കുന്ന ഊളകളാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അവരുടെ കാര്യം വിട്ടേക്കാം. സാധുക്കൾ, വിവരദോഷികൾ, സത്യത്തിൽ പരിഷ്കൃത ബുദ്ധിയും പുരോഗമന ബോധവുമുള്ള മനുഷ്യർ, അങ്ങനെയുള്ള മനുഷ്യർ എന്തിനാണ് നിയമത്തിനോ സമൂഹത്തിനോ സംസ്കാരത്തിന് തന്നെയോ ഒന്നും യാതൊരു ദോഷവും ചെയ്യാത്ത ഒരു വീഡിയോയുടെ പേരിൽ ഒരു പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്നത്? അവളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാനും ആദരിക്കാനുമുള്ള സന്മനസ്സല്ലേ വാസ്തവത്തിൽ കേരളം കാട്ടേണ്ടത്? പ്രത്യേകിച്ചും വളരെ പ്രബുദ്ധമെന്ന് അവകാശപ്പെടുന്ന നിലയ്ക്ക് അത് കേരളത്തിന്റെ ബാധ്യതയുമല്ലേ? അങ്ങനെ ഒരു വിചാരവും പോകനുണ്ട്. സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ അതിപരിഷ്കൃത എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഭാവിക്കുന്ന, അങ്ങനെ സ്വയം വിശ്വസിക്കുന്ന ആ അരക്കൽ സ്ത്രീ യക്ഷിക്ക് എങ്ങനെ OCയെ വിമർശിക്കാൻ സാധിക്കും? അതാണ് പോകന്റെ ചിന്ത. ഈ ലേഡി വാത്സ്യായന മഹർഷിയാണ് താനെന്ന വിശ്വാസത്തിൽ ഫേസ്ബുക്ക് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവളാണല്ലോ അരക്കൽ സ്ത്രീ യക്ഷി. സ്ത്രീകൾ എങ്ങനെയാണ് സ്വയം ആനന്ദിക്കേണ്ടതെന്ന് മാത്രമല്ല, മലയാളം അംഗമാരുടെ മുന്നിൽ സ്വയം അഭിനവ ഗ്രാഫൻബർഗ്, നമ്മുടെ G-സ്പോട്ട് കണ്ടുപിടിച്ച ഗ്രാഫൻബർഗ്, അഭിനവ ഗ്രാഫൻബർഗായി അവതരിച്ചവളുമാണ് സ്ത്രീയക്ഷി. മലയാളം അംഗമാരുടെ മുന്നിൽ സ്വയം ലേഡി ഗ്രാഫൻബർഗായി. അതായത് എവിടെ ഏൽപ്പിക്കുന്ന സ്പർശമാണ് സ്ത്രീകളിൽ ഏറ്റവും ആനന്ദം പകരുകയെന്ന് വരെ അവൾ സ്ത്രീകളെ പഠിപ്പിക്കുന്നു. സ്ത്രീകളുടെ ജനനേന്ദ്രിയങ്ങളിൽ കാണപ്പെടുന്ന ആ സവിശേഷ പ്രദേശത്തെ സ്ത്രീയക്ഷിസ്ഥാനം എന്നാണിപ്പോൾ വിളിക്കുന്നതെന്നാണ് കേട്ടുകേൾവി. മറ്റേ ഗ്രാഫൻസ്ബർഗിന്റെ G-സ്പോട്ട് പോലെ ഇവള് കണ്ടുപിടിച്ച പ്രദേശത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് സ്ത്രീയക്ഷിസ്ഥാനം. കേട്ടുകേൾവിയാണ്. ഞാൻ ആ അതിന്റെ പരിസരത്തൊന്നും പോയിട്ടില്ല കുറച്ച് നാളായിട്ട്. ഈ രതിമറുത ജനിച്ചില്ലായിരുന്നുവെങ്കിൽ ഇഹലോക നാരികളൊക്കെ സ്വയംഭോഗ കർമ്മം ആചരിക്കാതെ ചത്തുമലച്ചു പോകുമായിരുന്നു എന്നാണ് ഓള് പറഞ്ഞു വെക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തോടെയാണ് അവളുടെ പ്രവർത്തികൾ. ഇതിനു മുന്നേ ഇവിടെ സ്ത്രീകൾ ജനിച്ചിട്ടില്ല, അവർക്കാർക്കും ജനനേന്ദ്രിയം ഉണ്ടായിരുന്നില്ല, അവരാരും ഭോഗിച്ചിട്ടില്ല, അവരാരും സ്വയം ആനന്ദിച്ചിട്ടില്ല. ഇതൊക്കെയാണ് ഇവളുടെ ഭാവം. ഇവളെന്തോ പഠിപ്പിക്കുകയാണ് എന്നുള്ള മട്ടിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, എന്തൊരു കഷ്ടമാണ്, എത്ര ഗതികെട്ട ഒരു നാടാണ് നമ്മളുടേത്. ഇതൊക്കെ പറയേണ്ടതല്ലേ? പറയാതെ പോകാൻ പാടുണ്ടോ? ഇവളുമാരൊക്കെയാണ് ഇങ്ങനെ പോട്ടെ. ഇതാണ് ഇവളുടെയൊക്കെ പരിഷ്കൃത ബുദ്ധി എന്ന് പറയുന്നത്, പുരോഗമന ഭാവം എന്ന് പറയുന്നത്. അതെന്തായാലും രതി ചാലിക്കാതെ യാതൊന്നും പറയാനറിയാത്ത ഈ രതിയക്ഷി ആ OC പേരിനെ വിമർശിക്കുന്നത് അസൂയ, കുശുമ്പ്, ചർമ്മവർണ്ണ വെറി മുതലായിട്ടുള്ള ഏനക്കേട് കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. ക്ഷമിക്കുകയും ചെയ്യാം. എന്തെങ്കിലുമൊക്കെ അപകർഷത ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചെറുപ്പകാലത്തോ മറ്റോ ഏറ്റുവാങ്ങിയിരിക്കുന്ന മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളുടെ പേരിലാവാം ഈ രീതിയിൽ അങ്ങനെ അങ്ങ് പോകുന്നത്. അധ്യാപിക കൂടിയാണെന്നാണ് പറയുന്നത്. ഇവളൊക്കെ പഠിപ്പിച്ചിറക്കുന്ന കുട്ടികൾ ഏത് നിലയിലാവും ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. ആശങ്കയോടുകൂടി കാണേണ്ടേ? OC ആണോ ഇവളൊക്കെയാണോ സമൂഹത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്നത്? അല്ലേ? നമ്പ്യാർ മാഷൊക്കെ ആലോചിക്കേണ്ടത് ഇതല്ലേ? ഇവളെ പോലുള്ള ആളുകളുടെ ഒപ്പമാണോ നിൽക്കേണ്ടത്? നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു കാര്യം
ഇന്ന പ്രശ്നങ്ങൾ കാരണമായിരിക്കും ഈ സ്ത്രീയക്ഷി ഈ നിലയിൽ പെരുമാറിയതെങ്കിൽ നമ്മുടെ ഈ നമ്പ്യാർ സാറിൻ്റെ കേടെന്താണ്? അതൊന്നും ആലോചിക്കണ്ടേ? ആ പഴയ കമ്മികാലത്തെ ഓർത്തെങ്കിലും നമ്പ്യാർ സാർ സ്വല്പം പരിഷ്കൃത ബുദ്ധി കാട്ടേണ്ടിയിരുന്നില്ലേ? അതാണ് പോകൻ്റെ ചോദ്യം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ വ്യാജമെന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടൊരു കാര്യം ഓർമ്മ വന്നു എന്ന്. ആ ഒരു ഓർമ്മ, ആ വ്യാജരേഖ കേസിൽ അകപ്പെട്ട ആ പൂർവാശ്രമ കാലത്തെ ഒന്ന് ഓർത്താൽ, ആ ഓർമ്മ പോലും ഒരുപക്ഷെ ആ നമ്പ്യാർ സാറിൽ അല്പം കൂടി അടക്കം പാലിക്കാൻ ആ ഓർമ്മ പുള്ളിയെ സഹായിക്കില്ലായിരുന്നു ഇല്ലേ? ആ വ്യാജരേഖ അതൊക്കെ ഓർത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി അടക്കം പാലിക്കില്ലായിരുന്നു. സ്വർണ്ണക്കടത്ത് മറന്നു പോകാൻ പാടുണ്ടോ? നമ്മുടെ സ്വർണ്ണക്കടത്ത് കേസിൽ പോലും ആരോപണ വിധേയനാവാൻ തക്ക യോഗ്യതയുള്ള നമ്മുടെ ഈ നമ്പ്യാർ സാറ് ഇത്തരമൊരു ചീളു പേറ് കേസിൽ അഭിപ്രായം കാഷ്ടിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിന് ഗുണം ചെയ്യുന്ന സംഗതിയാണോ? അങ്ങനെയെങ്കിലും അദ്ദേഹം ഒന്ന് ഓർക്കണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പ്യാർ സാറിനെ കുറിച്ച് ഓർമ്മ വരുമ്പോഴത്തേക്കും ആരോ എന്നെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കി പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പം ഈ അടുത്ത കാലത്തായിട്ട് വ്യാപകമായി കേൾക്കാൻ തുടങ്ങിയ ട്രോമ എന്ന് പറഞ്ഞൊരു ട്രോമയിലകപ്പെട്ടു പോകും ഞാൻ. ആരോ എന്നെ വെള്ളത്തിൽ മുക്കി പിടിച്ചിരിക്കുന്ന ഒരു തോന്നലാണ് ഈ നമ്പ്യാർന്ന് കേൾക്കുമ്പോൾ തന്നെ. അതിന് കാരണമുണ്ട്. ഈ പത്മനാഭസ്വാമിയുടെ പത്മതീർത്ഥ കുളത്തിൽ ഒരു മനുഷ്യനെ മുക്കിക്കൊല്ലുന്നത് സൂര്യ ടി വിയിലൂടെ നാടാകെ അറിയിക്കുന്ന പരുവത്തിലാണ് കേട്ടോ നമ്പ്യാർ സാറിനെ പോകാൻ ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. കിടുങ്ങിപ്പോയിരുന്നു ആ കാഴ്ച കണ്ട്. എന്നെ ആരോ പിടിച്ച് വെള്ളത്തിൽ മുക്കിയതുപോലെ ഞാൻ അനുഭവിച്ചത്. ആ വേദന, വെപ്രാളം. ആരുമില്ലേ ഒന്ന് ഈ മനുഷ്യനെ എടുത്തു ചാടി രക്ഷപ്പെടുത്താൻ എന്ന് തോന്നിപ്പോയി. സത്യം പറഞ്ഞാൽ തൻ്റെ നാവൊന്ന് നീട്ടിയാൽ ആ മനുഷ്യനെ നമ്പ്യാർ സാറിന് കരക്കെത്തിക്കാമായിരുന്നല്ലോ എന്നോർത്ത് കരഞ്ഞവനാണ് ഈ പോങ്ങൻ. സത്യമായിട്ടും അങ്ങനെ കരഞ്ഞവനാണ് ഈ പോങ്ങൻ. അമ്മാതിരി ദൃക്സാക്ഷി വിവരണമായിരുന്നു തട്ടിക്കൊണ്ടിരുന്നത്. ഇത്രത്തോളം മുക്കി, ദാ പൊങ്ങിയിരിക്കുന്നു, അവൻ വീണ്ടും താഴ്ത്തി, അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു, കയറിയിരിക്കുന്നു, ചാവാൻ പോണു, ചാവു ചത്തു എന്ന് പറയുന്ന രീതിയിലേക്കായിരുന്നു പോയത്. അത്രമാത്രം ദൃക്സാക്ഷി വിവരണമായിരുന്നു ഒരു കൊലപാതകത്തിൻ്റെ. എന്ത് ആത്മാർത്ഥതയാണ് മനുഷ്യ ജീവനോടുള്ളത്, മനുഷ്യരോടുള്ളത്. അവനവൻ്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥത എന്ന് പറയുമ്പോഴും സത്യസന്ധമായിട്ട് ഇത് തൊഴിലിനോടുള്ള ആത്മാർത്ഥതയല്ല. ഞാൻ അങ്ങനെയല്ല കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഈ പേര് കേൾക്കുമ്പോഴത്തേക്കും ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നത്. ഓസിപ്പേറിൻ്റെ പേരിൽ സാംസ്കാരിക വിലാപം പൊഴിക്കുന്ന നമ്പ്യാർ സാറിനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഊമ്പ്യാരേക്കാൾ എത്രയോ ഭേദമാണ് ആ നിളാ നമ്പ്യാരെന്ന് മാത്രമേ പോകൻ ചിന്തിച്ചുള്ളൂ. സത്യമായിട്ടും എനിക്ക് സംഘികളോടാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാനുള്ളത്. സംഘികളോടാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളോടൊക്കെ എന്തു പറഞ്ഞിട്ടുണ്ട്? പറച്ചിൽ പോയിട്ട് കണ്ട കള്ളക്കമ്മികളെയും കള്ളക്കൊങ്ങികളെയും ഒക്കെ അസൽ സംഖ്യകളായി കണ്ട വറ്റകളുടെ ചന്തി ചുമക്കുന്ന നിങ്ങളോടൊക്കെ ആത്മാർത്ഥത പേറിയാൽ പോലും പ്രകൃതി പോങ്ങനോട് പൊറുക്കില്ല. അതുകൊണ്ട് അടിമ പുരുഷന്മാർ പെറ്റെടുത്ത ഹർത്താൽ സന്താനത്തെ പറ്റി പോങ്ങൻ അല്പം ഒന്ന് പറയാം. അല്ലെങ്കിൽ സമയം ഇത്രയും നീണ്ടുപോയതുകൊണ്ട് നമുക്ക് അത്തരം കാര്യങ്ങൾ നാളെ പറയുന്നതാണ് നല്ലത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെക്കാൾ കൂടുതൽ എൻ്റെ വർത്തമാനം എനിക്ക് മടുക്കുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. പിന്നെ ഇതുവരെ പോകനെ കേൾക്കാനുള്ള ക്ഷമ കാണിച്ച സഹനസിദ്ധരായിട്ടുള്ള സംഘികൾ, അവർ നമ്പ്യാർ ഭക്തർ കൂടിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിപ്പോൾ പരതിക്കൊണ്ടിരിക്കുന്ന സാധനം എന്താണെന്ന് എനിക്കറിയാം. അൺസബ്സ്ക്രൈബർ ബട്ടണല്ലേ? അതിവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഞെക്കി പൊട്ടിച്ചിട്ട് പോയിക്കൊള്ളുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് മാത്രം. ഇത്രയും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ആ നാവിൻ്റെ ചൊറിച്ചിൽ മാറില്ലായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് മറ്റുള്ളവരെ പറ്റിക്കുന്ന ആളുകളെ അംഗീകരിക്കാൻ കഴിയില്ല. മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന ആളുകളെ അംഗീകരിക്കാൻ കഴിയില്ല. സ്വന്തം നേട്ടത്തിന് വേണ്ടി മറ്റുള്ളവരുടെ സമയത്തെയും സന്മനസ്സിനെയും ദുരുപയോഗിക്കുന്ന ആളുകളെ അംഗീകരിക്കാൻ കഴിയില്ല. അവരെയൊന്നും എനിക്ക് മാനിക്കാൻ കഴിയില്ല. കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെയും ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഈ ഊമ്പയാർ സാറിൻ്റെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആ ഫാത്തിമ രഹനയുടെ ഇരുമുടിക്കെട്ടിൽ മറ്റേ നമ്മുടെ സാനിറ്ററി പാഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ വർത്തമാനമാണ്. കഷ്ടമല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിരുന്നോ? എത്രത്തോളം ദോഷകരമായിട്ടുള്ള സംഗതിയാണ്. എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ മനുഷ്യനൊക്കെ അങ്ങനെ പറയാവോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അദ്ദേഹം ഒരു സംഘി പ്രസ്ഥാനത്തെ ഇപ്പോൾ നിലവിൽ പ്രതിനിധീകരിക്കുന്ന ഒരാളല്ലേ? അയാൾ ഇതുപോലുള്ള വർത്തമാനമാണോ പറയണ്ടേ? പ്രത്യേകിച്ചും BJPയുടെ തന്നെ ഒരു നേതാവിൻ്റെ മകളുടെ കാര്യത്തിലല്ലേ അയാൾ ഈ അഭിപ്രായം പറഞ്ഞത്? ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണ്. ഞാൻ BJPയുടെ മെമ്പറൊന്നുമല്ല.
എനിക്ക് 1 രൂപ അംഗത്വമൊന്നും അതിനകത്തില്ല. എനിക്ക് സംഘപരിവാർ അല്ലെങ്കിൽ അതുപോലെ RSS എന്ന് പറയുന്ന സംഘടനയിൽപ്പെട്ട ബഹുഭൂരിപക്ഷം മനുഷ്യരോടും വലിയ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് പോകാൻ കുറേയൊക്കെ. കാരണം എനിക്ക് ഈ രാജ്യത്തോട് സ്നേഹമുണ്ട്. ഈ രാജ്യത്തോട് ഏറ്റവും അധികം കൂറ് കാണിക്കുന്ന ആളുകൾ തിങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് RSS ആണ് എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ്. ഞാൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാവുമ്പോൾ RSSനെ സ്വാഭാവികമായിട്ട് സ്നേഹിക്കും. ഞാൻ RSSൻ്റെ പ്രവർത്തകനല്ല. ഞാൻ RSSൻ്റെ ഒരു ബന്ധുത്വം സൂക്ഷിക്കുന്ന, മനസ്സുകൊണ്ട് ഒരു ബന്ധുത്വം സൂക്ഷിക്കുന്ന ഒരാളാണ്. അത് സംഖ്യ ആയതുകൊണ്ടല്ല, BJPയുടെ മെമ്പർ ആയതുകൊണ്ടല്ല. പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി ഒരു ആത്മാർത്ഥത കാണിക്കണം. നിങ്ങളുടെ ആ പ്രസ്ഥാനത്തിൽ തന്നെ ഇല്ലേ കഴിവുള്ള ആളുകൾ? നിങ്ങൾക്ക് ആരെയും പുറത്തുനിന്ന് വാടകയ്ക്ക് എടുക്കണ്ടല്ലോ. കഴിവുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന പരിശീലനങ്ങൾ കൊടുത്ത് അവരെ ഉപയോഗിച്ചുകൊണ്ട് അതല്ലേ നല്ലത്? അതല്ലാതെ സകല കള്ളന്മാരെയും, ഞാൻ പറഞ്ഞത് കള്ളമല്ല, 5ഓളം പേരെ എനിക്കറിയാം, എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. 3 കൊങ്ങികളെയും 2 കമ്മികളെയും. എന്തിനാണ് ഇവരെയൊക്കെ വളർത്തുന്നത്? ഇവരൊക്കെ ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ തള്ളിപ്പറയും. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? പിണങ്ങിയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാനിരിക്കുന്ന ഒരാളൊന്നുമല്ല. നിങ്ങൾ നശിച്ചു പോകരുതെന്നുള്ള ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്ന ഒരാളാണ്. നിങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ ഈ നാട് ഇങ്ങനെ അങ്ങ് നിലനിന്ന് പോവുള്ളൂ. അല്ലാതെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളോ ഒന്നുമല്ല ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഉത്തമ ബോധ്യം എനിക്ക് നന്നായിട്ടുണ്ട്. അത് പറയാൻ എനിക്കൊരു മടിയുമില്ല. എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഇതുവരെയും BJPക്ക് അല്ല വോട്ട് കൊടുത്തിരുന്നത്. ഞാൻ ഇടതുപക്ഷത്തിന് വോട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ വോട്ടുകൾ അത്രയും ഇടതുപക്ഷത്തിനാണ് പോയിട്ടുള്ളത്. എല്ലാ വോട്ടുമല്ല, ഒരു വോട്ട് BJPക്ക് പോയിട്ടുണ്ട്. അത് ശോഭാ സുരേന്ദ്രനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്രാവശ്യം രാജീവ് ചന്ദ്രശേഖറിന് ഞാനൊരു വോട്ട് കൊടുത്തിട്ടുണ്ട്. അതൊഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ വോട്ടുകളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കാണ് പോയിരിക്കുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്കത് പറയാൻ മടിയൊന്നുമില്ല. അതുകൊണ്ട് ഞാനൊരു BJP പ്രവർത്തകനല്ല, BJPക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. BJP എന്ന് പറഞ്ഞാൽ സംഘപരിവാരങ്ങൾ, തീർച്ചയായിട്ടും അതിൽ ഒരുപാട് നല്ല ആളുകളുണ്ട്. അവർക്കൊക്കെ നല്ലത് വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ എന്തെങ്കിലും സംസാരിച്ചു പോകുന്നതാണ്. എനിക്ക് നിങ്ങളുടെ പ്രീതിയും വേണ്ട, എനിക്ക് നിങ്ങളുടെ പ്രിയവും വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ നിങ്ങളിങ്ങനെ വിഡ്ഢികളായി പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. എൻ്റെ ഒരു സഹോദരനെ ആരെങ്കിലും കബളിപ്പിച്ചാൽ എനിക്കുണ്ടാവുന്ന വിഷമം എത്രയാണോ അതുതന്നെയാണ് സംഘികളെ മറ്റുള്ളവർ കബളിപ്പിക്കുമ്പോഴുണ്ടാവുന്നത്. നിങ്ങളുടെ നന്മയെ ചൂഷണം ചെയ്ത് മറ്റുള്ളവർ ഗുണമുണ്ടാക്കിക്കൊണ്ടു പോകുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ പക്ഷേ ഇനി കൂടുതലായിട്ട് ഇതുപോലെ ആവേശഭരിതമായിട്ടുള്ള സംസാരങ്ങളൊന്നും ചിലപ്പോൾ എൻ്റെ ഭാഗത്തൊന്നും സംഭവിച്ചേക്കില്ലായിരിക്കും. കാരണം എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് സ്വയം നമുക്കൊരു അഭിമാനമുണ്ടല്ലോ. എല്ലാ മനുഷ്യർക്കും അതില്ലേ? എല്ലാവർക്കും ഉണ്ടാവണം അഭിമാനം എന്ന് പറയുന്ന ഒരു വികാരം എല്ലാവർക്കും വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിമാനത്തെ കൂടുതൽ വ്രണപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ വഴികളിൽ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയും. ഞാനങ്ങ് പറഞ്ഞു തരും, നിങ്ങളെല്ലാം കേട്ടോണം എന്നുള്ള അർത്ഥത്തിലല്ല. എൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ അനുകൂലമാണ്. സമൂഹത്തെ നോക്കിയിരിക്കാൻ കഴിയുന്നൊരു സാഹചര്യം എനിക്കുണ്ട്. കാരണം എനിക്ക് വ്യക്തി ജീവിതം വളരെ കുറവാണ്. എനിക്ക് ഭാര്യ, കുട്ടികൾ, കുടുംബം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ പഠിപ്പ്, അവരുടെ ആരോഗ്യം, അവരുടെ വളർച്ച എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രദ്ധ മാറിപ്പോയി. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് എപ്പോഴും എൻ്റെ ബന്ധുക്കൾ എന്ന് പറയുന്നത് സമൂഹമാണ് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധു എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ സമൂഹത്തെ പ്രതി ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കും. അത്രമാത്രമേ ഉള്ളൂ. അതിൻ്റെ പുറത്ത് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ക്ഷമിക്കുക, ഞാനത് ശ്രദ്ധിച്ചോളാം, നിയന്ത്രിച്ചോളാം. വളരെ നന്ദി, സന്തോഷം. അടുത്ത സംസാരത്തോടെ നമുക്ക് വീണ്ടും കേൾക്കാം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്മകൾ. എനിക്കും.